അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പച്ചക്കറി തൈ ബാഗിൽ നടുന്ന രീതി അതെങ്ങനെയാണെന്നാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ മണ്ണിൽ കുമ്മായം ഇട്ട് ഒരു 10 ദിവസം വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പച്ചക്കറി തൈകൾ നടാൻ പാടുള്ളൂ. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ കുമ്മായത്തിൻ്റെ കൂടെ മറ്റു വളങ്ങളൊന്നും ചേർക്കാൻ പാടില്ല, കുമ്മായം മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് എല്ലാം പരുവത്തിലാക്കി വെച്ചിരിക്കുന്ന ഒരു മൺകൂട്ടമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വീണ്ടും ചകിരിച്ചോറ്, കോഴിവളമല്ല കാലിവളം, ആട്ടുവളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഇപ്പം നമ്മൾ നിറയ്ക്കുമ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കിയ ജൈവവളം കൂടെ ചേർക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ കാണിച്ചു തരികയാണ്. നല്ല കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന വളമാണ്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ വളമാണ്. ഇതിനകത്ത് നമ്മൾ പച്ചയില വളം, ആട്ടും വളം, പിന്നെ ചകിരിച്ചോറ്, കമ്പോസ്റ്റർ ഇതെല്ലാം ചേർത്തതാണ്. ചെറിയ കല്ലൊന്നും കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളത് ബാഗിലേക്ക് നിറക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ പോട്ടി മിശ്രം തയ്യാറായി. ഇത് കൂടിൻ്റെ വലുപ്പം 14x14 എന്നുള്ള വലുപ്പത്തിലുള്ള കവറാണ്. നമ്മൾ അത്യാവശ്യം പച്ചക്കറി തൈകളൊക്കെ നടാൻ ഇത് വലുപ്പം മതി. കൂടെ ഇടയ്ക്ക് കുത്തി മണ്ണൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന കല്ലിൻ്റെ കഷ്ണമൊക്കെ മാറ്റിക്കളയുന്നത് നല്ലതാണ്. ഈ ചകിരിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിന് ഇളക്കം കൂടുതൽ കിട്ടുമ്പോൾ വേരോട്ടം കൂടുതലുണ്ടാവും. അത് വളർച്ച കൂടുതൽ കിട്ടും, വളർച്ച കൂടും. മണ്ണിന് ഇളക്കം കിട്ടുമ്പോൾ വേരുകൾ പെട്ടെന്ന് മണ്ണിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മൾ ചകിരിച്ചോറൊക്കെ ചേർക്കുന്നത്. ചകിരിച്ചോറ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചകിരിച്ചോറ് നേരിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് അതിൻ്റെ കറ കളഞ്ഞ ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ കറ ചില പച്ചക്കറി ചെടികൾക്ക് നല്ലതല്ല. അതുകൊണ്ട് ചിലപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ വാടിപ്പോവും. അപ്പം നമ്മുടെ തയ്യാറായി, കൂട് നിറച്ചു. ഇത് നമ്മൾ പച്ചക്കറി തൈ നടാൻ പോവുകയാണ്. ഇത് നല്ല വയലറ്റ് വഴുതനയാണ് നമ്മൾ നടാൻ വേണ്ടി പോകുന്നത്. നല്ല ഊർജ്ജസ്വലമായ തൈയാണ്. ഇത് നമ്മൾ നടുക്കൊരു ചെറിയ കുഴി എടുത്തിട്ട് നമ്മൾ നടാൻ പോവുകയാണ്. ഉറപ്പിച്ച് വെച്ചു. ഇനി നമ്മൾ അതിനകത്ത് മാറ്റി വെച്ചിട്ട് പൂവാളി വേവിച്ച് വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെടി നട്ടു. ആ ചെടി വളരുന്നതിനനുസരിച്ച് കുറച്ച് വളം ചേർത്ത് അതിനകത്ത് കുറച്ച് മണ്ണ് കൂടെ ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കാത്തത്. കവറ് കൂടിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ആ കൂടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ മണ്ണ് ഇതിനകത്ത് ഇടാത്തതിൻ്റെ കാരണം, അത് ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് വളവും ഇട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. അതിനു വേണ്ടിയാണ്. ഇപ്പം നമ്മൾ പച്ചക്കറി തൈ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളൊരു 10-15 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടെ വളം ചേർത്ത്, അങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ കുറേശ്ശെ വളം ചേർത്ത് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ ശേഷം ഇന്ന് ഇത് തണലത്ത് വെക്കുന്നത്. നാളെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വെയിലുള്ള ഭാഗത്തേക്ക് വെക്കും. സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇത് നല്ല കുറ്റിപ്പോടെ തഴച്ച് വളരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നാളെ ഇതെടുത്ത് നമ്മൾ വെയിലിന് വെക്കും, വെയിലുള്ള ഭാഗത്തേക്ക് വെക്കും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ രോഗങ്ങൾ വരുമ്പോൾ അടിക്കാൻ വേണ്ടിയുള്ളതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ജൈവ കീടനാശിനിയാണ്. ഇത് തളിച്ച് കൊടുത്താൽ ഇതിന് രോഗങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് പറ്റുമെങ്കിൽ അടിയിലും ഇലയുടെ അടിയിലും വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളൊന്നും വരികയില്ല. അപ്പോൾ നമുക്കിത് ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ ഇത് പൂവാകും. പോയി കഴിഞ്ഞാൽ അന്നത്തേക്ക് നല്ല
വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുഷ്ടിയായി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പൂവായി കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരു 3 മാസം ഈ വഴുതനയൊക്കെ സാധാരണ ചില 2 വർഷം വരെ അതിൻ്റെ ആദായം കിട്ടുന്നതാണ്. ഇപ്പം കവറിലൊക്കെ ആകുമ്പോൾ നമുക്ക് 1 വർഷം പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ 2 വർഷം വരെ അതിൻ്റെ ആദായം കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ആദ്യം കിട്ടുന്ന അത്ര കിട്ടിയില്ല എങ്കിലും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഉൽപ്പാദനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം വഴുതന എപ്പോഴും നല്ലതാണ്. വഴുതന പച്ചമുളകൊക്കെ നമുക്ക് 1-2 വർഷം ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത് നട്ട് നിങ്ങൾ അത് പരിചരിച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് പച്ചക്കറികളൊക്കെ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ മരുന്ന് വലിച്ചു കൊടുക്കുക. ഇത് വൈകുന്നേരങ്ങളിൽ അടിക്കുന്നതാണ് നല്ലത്, ഈ ബിഗ് ബോസ് അടിക്കുന്നത്. ഇത് വെള്ളീച്ച, പുഴു, ഈച്ച എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ രോഗം വരുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കാനാണ്. അപ്പം ആഴ്ചയിൽ 1 വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു രോഗം വരാതിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ നട്ട പച്ചക്കറികളൊക്കെ കാണിച്ചു തരാം. കാബേജ്, കോളിഫ്ലവറൊക്കെ നമ്മൾ നട്ട് വിളവെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കോളിഫ്ലവറാണ്. ഇതിൻ്റെ പൂവ് ആയി വരുന്നേ ഉള്ളൂ. ഇത് കാബേജ് കണ്ടോ, അത് ഉരുളാൻ തുടങ്ങി, അതിൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. നമ്മൾ നേരത്തെ ഉണ്ട് കോളിഫ്ലവർ ആയിട്ടുണ്ട്, അതുണ്ടോ പൂവായി വരുന്നുണ്ട്, കണ്ടോ പൂവായി വരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ നട്ടതാണ്. ഇതെല്ലാം ആയി വരും. കോളിഫ്ലവർ ഉണ്ട്, കാബേജ് ഉണ്ട്. ഇത് രണ്ടും നല്ലോണം പിടിക്കും. നമുക്ക് ഏകദേശം ഒരു 1.5 കിലോളം വരുന്ന കോളിഫ്ലവർ വരെ നമ്മൾ ഇവിടുന്ന് പറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഉജ്ജ്വല എന്ന് പറഞ്ഞ മേലോട്ട് പിടിക്കുന്നത് ഭയങ്കര എരിവുള്ളൊരു മുളകാണ്. ഇതൊക്കെ നമ്മൾ ഉൽപ്പാദനത്തിൽ എത്തിയിരിക്കുന്നതാണ്, നമ്മൾ നേരത്തെ നട്ട് നമ്മൾ പരിചരിച്ചുകൊണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകുണ്ട്, സാധാരണ പച്ചമുളകുണ്ട്, ബജ്ജി മുളകുണ്ട്, ബജ്ജി മുളക്. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് പിടിക്കുന്നതാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ്. പിന്നെ വഴുതന, അതൊരു പുതിയ വെറൈറ്റി വഴുതനയാണ്. ഞങ്ങൾ അത് നേരത്തെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പം വിത്തിന് നമ്മൾ നിർത്തിയിരിക്കുന്നതാണ്. ഇത് വയലറ്റ് വഴുതനയാണ്. ഇത് വിളഞ്ഞ് മൂത്ത് പാകമായതുകൊണ്ടാണ് ഇതിന് മഞ്ഞക്കളർ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ വിത്തിന് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്നതാണ്. ഇത് ഒരു പുതിയ വെറൈറ്റിയാണ്. അതിൻ്റെ ചെറിയ തൈ ഇതാണ്, കണ്ടോ, ഇതാണ് അതിൻ്റെ പ്രാരംഭം. ഇത് കായ്ച്ചു വരുന്നുണ്ട്, കണ്ടോ. ഇതിൻ്റെ അതാണ് വിത്താണ്, അത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്, നല്ല നീളത്തിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ വശമുണ്ട്. അപ്പം നമ്മുടെ ആവശ്യക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾ ആ നമ്പർ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.